നമുക്ക് ഇവിടുത്തെ ജർമ്മനിയിലെ പാക്കേജിങ്ങിനൊക്കെ മിക്ക പാക്കേജിങ്ങിനൊക്കെ നമ്മുടെ നാട്ടിലെ പോലത്തെ പാക്കേജിങ് അല്ല, എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകൾ കാണും. അപ്പൊ അങ്ങനെ ഞങ്ങൾക്ക് തോന്നിയ ഒരു പ്രത്യേകതയാണ് നമ്മുടെ ഈ കുപ്പിയുടെ, അതായത് നമ്മൾ സോഫ്റ്റ് ഡ്രിങ്ക്സ് വാങ്ങുമ്പോഴോ പാല് വാങ്ങുമ്പോഴോ അവരുടെ പാക്കേജ്, പാൽ ജ്യൂസ് ഒക്കെ കിട്ടുന്നത് ഇങ്ങനത്തെ പാക്കേജാണ്. അല്ലാതെ കുപ്പിയിലും കിട്ടും, പൗച്ചൊക്കെ ആയിട്ട് കിട്ടും. അല്ലാതെ പാൽ ഇങ്ങനത്തെയിലാണ് കിട്ടുന്നത്. അല്ലാതെ നമ്മുടെ ബോട്ടിൽ, ചില്ലിന്റെ ബോട്ടിലും കിട്ടും. അപ്പൊ ഇതിലൊക്കെ ഞാൻ ഒരു കണ്ട പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ക്യാപ്പ് നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിൽ എങ്ങനെ നമ്മളിങ്ങനെ മൊത്തത്തിൽ ഊരിയെടുക്കും. അതായത് മൊത്തത്തിൽ ഇങ്ങനെ ഊരി കഴിഞ്ഞാൽ ആ ക്യാപ്പ് നമ്മുടെ കയ്യിലുണ്ടാവും. പക്ഷെ ഈ ക്യാപ്പ് ഇതിൽ തന്നെ നിൽക്കും. കാണുന്നുണ്ടല്ലേ? ഈ ക്യാപ്പ് ഇതിൽ തന്നെ നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റായിട്ട് നമുക്ക് അടച്ചു വെക്കാം. അതായത് ബാക്കി വന്നാൽ നമുക്ക്, അല്ലെങ്കിൽ ക്യാപ്പ് എവിടെ പോയി നമ്മൾ ചിലപ്പോൾ നമ്മൾ കുടിച്ചു കഴിഞ്ഞ് ക്യാപ്പ് എവിടെയെങ്കിലും വെക്കും. കുടിച്ചു കഴിഞ്ഞിട്ട് ഇതിന്റെ ക്യാപ്പ് എവിടെയെന്ന് നമ്മൾ തിരഞ്ഞു നടക്കാറുണ്ട്. പക്ഷെ അങ്ങനെ ഒരു ഇതില്ല. അതുപോലെ തന്നെയാണ് ഈ പാലിന്റെയൊക്കെ ബോട്ടിലും അങ്ങനെ തന്നെയാണ്. ഇത് ഞാൻ ഓപ്പൺ ചെയ്യാത്ത ബോട്ടിലാണ്. നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ക്യാപ്പ് ഇങ്ങനെയാണ് വരുന്നത്. അതായത് ആ ക്യാപ്പ് അതിൽ നിന്ന് വിട്ടുപോരുന്നില്ല കേട്ടോ. അതുപോലെ തന്നെ ജ്യൂസിന്റെ ആണെങ്കിലും, ഇപ്പൊ ഇത് ഇങ്ങനെ ഇരിക്കുന്നതാണെങ്കിലും ക്യാപ്പ് ഇതിൽ തന്നെ ഉണ്ടാവും. നമുക്ക് തിരിച്ചങ്ങ് അടച്ചു വെച്ചാൽ മതി. ഇപ്പൊ ഇവിടുത്തെ ജർമ്മൻ പാക്കേജിൽ കണ്ട ഒരു പ്രത്യേകതയാണ്.